ഗൈസ് നിങ്ങൾ കണ്ടോ മലയണ്ണാനെ എവിടെ മരത്തിന്റെ അപ്പൊ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റു. ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പുറത്തു വന്നിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇതിന്റെ ചുറ്റും ഇങ്ങനെ റബ്ബറും കാടാണ്. ഇതിന്റെ അടിയിലും അതെ റബ്ബറും കാടാണ്. പക്ഷെ നല്ല രസമുണ്ട് അടിയിൽ നോക്കുമ്പോൾ. നല്ല ഭംഗിയാണ്. പിന്നെ ഉറക്കൊക്കെ നല്ല സുഖമായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങി ഞങ്ങളൊക്കെ. നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പം അമ്മച്ചിയും വലിയമ്മച്ചി അവിടെ അടുക്കളയിൽ ചായ വയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും സഹായിക്കും, അരിഞ്ഞു കൊടുക്കും, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സഹായിക്കും. അപ്പം ഇന്നലത്തെ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ദിവസവും ചപ്പാത്തിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ചപ്പാത്തി ടേസ്റ്റ് ഉണ്ടാവില്ല. ചായ വയ്ക്കാൻ പോയാള്. ഗൈസ് ഇനി പല്ലേക്കിന് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് തന്നെ. അപ്പോൾ ഇനി പല്ല് തേക്കണം. ഇറങ്ങിയല്ലോ, താഴെ ഇരിക്കുന്നുണ്ട്. മുകളില് ചേട്ടന്മാര് കിടന്നുറങ്ങാം. ചേട്ടാ നമുക്ക് മുകളില് കടക്കണ്ണവരെ പിടിച്ചിട്ട് വരാം ഗൈസ്. ആരൊക്കെയെന്ന് പറയാം ആൽഫ വെച്ചു. അപ്പോൾ ചേട്ടൻ നമുക്ക് നോക്കിയിട്ട് ശരിക്കും സൈഡിൽ നിന്ന് നോക്കുമ്പോഴല്ല വീടിൻ്റെ വ്യൂ. അപ്പുറത്ത് നോക്കിയാണ് നല്ല രസമായിട്ട് കാണാം. കാരണം വീട് ഇങ്ങനെയല്ലേ പോയി സൈഡിൽ നിന്ന്. പിന്നെ അവിടെ നിന്ന് നോക്കിയത് സൈഡിൽ നിന്ന്. ഇവിടെ എല്ലാവരും നല്ല ഉറക്കമാണ്. ഇവിടെ എത്ര നേരം വരെയെങ്കിലും ഉറങ്ങാം, കാരണം ഇരുട്ടായിരിക്കും റൂമിൽ. അപ്പൊ ഗൈസ് ചേട്ടന്മാർ നല്ല ഉറക്കമായിരുന്നു. അത് കാരണം ഞങ്ങൾ ശല്യപ്പെടുത്താൻ പോയില്ല. ഞങ്ങൾ അടിയിലേക്ക് ഇറങ്ങി റൂമിലേക്ക് പോവാണ്. പിന്നെ രാവിലെ ഇങ്ങനെ പുറത്തത്തെ വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ഇങ്ങനെ. പിന്നെ ഗൈസ് നമ്മുടെ കുക്കൊക്കെ എണീറ്റു. അപ്പൊ അവന് ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കി അവന് ഞാൻ കൊടുത്തു. പിന്നെ അവൻ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് അവൻ വേഗം വേഗം കഴിക്കും കുറുക്ക്. അവനിങ്ങനെ കുറുക്ക് കൊടുക്കാണ്ടിരിക്കുമ്പോൾ കരച്ചിലാണ്. അവന് വേഗം വേഗം കൊടുക്കണം. പിന്നെ അവന് ഏത് കുറുക്കാ കൊടുക്കണേന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അവന് സിർലാക്കാണ് കൊടുക്കുന്നത്. അവന് അതാണ് ഇഷ്ടം, അതാണ് കൊടുക്കാറ്. ഇങ്ങനെ ഓരോ മാസത്തെ വെച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കുക. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചായയും ദോശയും പിന്നെ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾ അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അപ്പുചേട്ടന് കുറച്ച് എല്ല് കൂടുതലായ കാരണം ഞങ്ങൾ അത് തീർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ പില്ലോ ഫൈറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങൾ പിള്ളേരൊക്കെ കൂടെ. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയുള്ള ഇത് ചെയ്യാൻ പോവാണ് ഗൈസ്. പിന്നെ ഇവന്മാരിങ്ങനെ രാവിലെ തന്നെ ഫോൺ നോക്കി കിടക്കാണ്. അപ്പം ഞങ്ങൾ അത് ചൊറിഞ്ഞ് ഫോണൊക്കെ ഓഫ് ആക്കിപ്പിക്കുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇവിടെ പില്ലോ ഫൈറ്റ് നടത്താൻ പോവാണ്. പില്ലോ ആരും പഞ്ഞൊന്നും പുറത്തേക്ക് എടുത്തുവിടരുത്, സൂക്ഷിച്ചും കണ്ടു കളിക്കുന്നത്. ടീം ഇതാണ്. ഞാൻ അമ്മ ചേച്ചി അതെ സ്വന്തം ടീമിലടിക്കാൻ കേട്ടോ. അപ്പൊ ഞങ്ങള് ഞാൻ അമ്മ ചേച്ചി പിന്നെ കുഞ്ഞൂസും കുഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒരു തലോണ രണ്ടായിട്ട് അവളെ അടിക്കുമ്പോ കുഞ്ഞുസ് കൊടുത്തോളാട്ടാ. പിന്നെ അതിഗംഭീരമായ പില്ലോ ഫൈറ്റിന്റെ വീഡിയോ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ആരാണ് ജയിച്ചത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വേണം വരാൻ. പില്ലോ ഫൈറ്റ് തുടങ്ങി. പിന്നെ ലാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് സ്വന്തം ടീമൊക്കെ കയറി അടിക്കുന്നുണ്ടായിരുന്നു തന്നെ. എനിക്കൊന്നും അറിയില്ല. ശരി നിനക്ക് കിടക്കണം. ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്നത്തെ കറക്കം അധികം നടക്കില്ല ഗൈസ്. കാരണം സ്മിജോച്ചനും ജീതാൻറ്റിക്കൊക്കെ കൂടെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് അവർക്ക് പോകണം. ഇവിടെ തൃശ്ശൂർ തന്നെയാണ് കല്യാണം. അപ്പോൾ അവരവിടേക്ക് പോകും. അത് കാരണം ഇന്നത്തെ പരിപാടികൾ ഇന്ന് കുറച്ചധികം സ്ഥലത്തേക്ക് പോകാൻ വിചാരിച്ചാണ്. പക്ഷെ അത് പറ്റില്ല. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു സ്ഥലത്ത് പോയി വന്നിട്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും വന്നിട്ട് അവർ കല്യാണത്തിന് പോവും. എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ പീച്ചി ഡാമിലേക്ക് പോവും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ ഗൈസ് ഇത് അടിയിലത്തെ റൂമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കയറിയ കുറച്ച് അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാൻ ഇവിടെ വരുമ്പോ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് നമുക്ക് അടയ്ക്കാം. അങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ ഇവിടെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് ഇപ്പൊ ഭയങ്കര ചൂടാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോ അങ്ങനെ ചൂടൊന്നുമില്ല, നല്ല കൂളിംഗ് ആണ്.
അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങനെ ചൂടൊന്നും ഇല്ല. കാരണം ചുറ്റും മരങ്ങളാണ്, റബ്ബറും തോട്ടൊക്കെ ആയ കാരണം അങ്ങനെ നമുക്ക് വെയിലൊന്നും അധികമൊന്നും വരില്ല, തണുപ്പായിരിക്കും. പിന്നെ ഒരു സംഭവം പറയാനുള്ളത് പ്രൈവസി, അത് നമുക്ക് നല്ല പോലെ ഉണ്ട്. കാരണം ഈ അടുത്തൊന്നും അങ്ങനെ വീടുകളൊന്നും ഇല്ല, റിസോർട്ട് മാത്രമുള്ള ഈ ഒരു കാടിൻ്റെ ഇവിടെ. അത് കാരണം നമുക്ക് എന്നിട്ട് അവിടെ നല്ല ശബ്ദത്തിൽ പാട്ട് വയ്ക്കുന്നതുകൊണ്ട് അടിച്ചു പൊളിച്ചാലും ആർക്കൊരു ബുദ്ധിമുട്ടില്ല, നമ്മൾ മാത്രമേ കേൾക്കുള്ളൂ. ഇവിടെ അങ്ങനെ അടുത്ത് വീടുകളൊന്നുമില്ല, പ്രൈവസി ഉണ്ട് നല്ല പോലെ. പെരങ്ങന്മാർക്കല്ലേ കാക്കയെ വിളിച്ചേ കുക്കുവാ, കാക്കേ നമ്മൾ നമ്മുടെ സ്വന്തം വീട് പോലെ കരുതിയിരിക്കുന്നു ഗൈസ്. അതെ ഗൈസ്, നമ്മൾ സ്വന്തം വീട് പോലെ കരുതിക്കൊണ്ട് നമ്മൾ ഇവിടത്തെ ഒരു പ്ലാവിലെ 2-3 പ്ലാവിലെ ചക്ക പറിക്കാൻ പോവാണ് ഗൈസ്. ചക്ക എന്ന് പറയുന്നത് ഭയങ്കര ജീവനാണ്. ഇപ്പൊ ഈ വന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് ആൾക്കാർ അതില് നിറച്ച് പ്ലാവുകളുണ്ട്. ഓണർ പറഞ്ഞ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ചക്ക ഇട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു തോട്ടി പോലും ഇല്ല ഇവിടെ, ഒരു തോട്ടി പോലും ഇല്ല. ഇവര് മലയെണ്ണാനൊക്കെ തിന്നാനായിട്ട് ഇട്ടേക്കണതാ. അപ്പൊ അത് ഞങ്ങൾ പരിശ്രമിക്കാട്ടാ, കിട്ടിയ ഭാഗ്യം. ഇവിടെ കോണിയുണ്ട്, അപ്പൊ അപ്പു പോയിട്ട് കോണി എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ചക്ക വെടുപ്പാക്കുന്നതായിരിക്കും. ഞങ്ങളിവിടെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു. അരി വെക്കണ കലം കൊണ്ടുവന്നു, അരി ഇല്ല. പഞ്ചസാര ചായ വെക്കാൻ ചായല കൊണ്ടുവന്നു, പഞ്ചസാര വാങ്ങിയില്ല. പിന്നെ എന്തുട്ടാ ഉള്ളി വാങ്ങിച്ചിട്ടില്ല, വെളുത്തുള്ളി മേടിച്ചില്ല, വെളുത്തുള്ളി ചിക്കൻ കറി വെക്കാൻ നോക്കിയപ്പോ ഓയിലില്ല. എല്ലാ സാധനങ്ങളും അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചു, ഓയിലില്ല. അതിന്റെ കുന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഞങ്ങൾക്കൊരു കടകളുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം, ചൂടുള്ള സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. അത് ഇന്നലെ നല്ല സുഖസുന്ദരമായിട്ട് കിടന്നു തുടങ്ങി. അത്രയും നല്ല ചക്ക പറിക്കാനുള്ള സാഹസികത. അതൊക്കെ ഉണ്ട്. മുള്ളു വരുന്നാണ് കണ്ടേ, മുള്ളു വരുന്ന. അപ്പൊ കറങ്ങാൻ പോണ കാരണം വേഗം കുളിച്ചു, ഡ്രസ്സ് നല്ലെന്നുള്ളൂ. അപ്പൊ എന്നിട്ട് ഞങ്ങൾ ചക്ക പൊട്ടിക്കാൻ പോകണം. ഇവിടെ കുറെ ചക്ക ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ എന്തോരം ചക്ക വേണമെങ്കിലും പൊട്ടിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചക്ക പറിക്കാൻ പോകുന്നു ഗൈസ്. അവിടെ മരൊക്കെ ഉണ്ട്. വിജയച്ചൻ മണത്തറിഞ്ഞു എവിടെയോ ഒരു പഴുത്ത ചക്ക ഉണ്ടെന്ന് മണത്തറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ചക്ക ഇടുന്നത് അപ്പു ചേട്ടന്റെ ആഴ്ചയാണ്. കണ്ടോ ഇനി പ്ലാവും മാവുള്ളവർക്ക് ഈ ട്രിപ്പ് വരില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. നല്ല ഹൈറ്റിലാണല്ലോ നിക്കണേ. പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കും. ലാൻഡ് ചെയ്താ കൊള്ളാം. ഒരു ചവിട്ടി ചവിട്ടിയല്ല വേണ്ട. അപ്പൊ ഗൈസ് ഞങ്ങൾ അങ്ങനെ എല്ലാവരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ഇതാണ് എന്റെ ഡ്രസ്സ്, കണ്ടോ. ഇത് കുഞ്ഞാറ്റ ഫസ്റ്റ് വേൾഡ് എന്ന് പറയാം. കുഞ്ഞാറ്റ പിടിയാ. നമ്മുടെ കുഞ്ഞാറ്റ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ അടുത്ത 1-2 സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടേക്കൊക്കെ നമ്മൾ കറങ്ങാൻ പോവാണ്. ഇപ്പൊ അവര് അവിടം വരെ എന്തിനു പോയിട്ടുണ്ട്. അങ്ങനെ കൈ സൂര്യചേട്ടൻ വന്നു. ഞങ്ങള് ഇപ്പൊ പോകുന്നത് ഓന്തുംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. പക്ഷെ ഒരു കാര്യമുള്ളത്, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. കാരണം അവിടെ ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമായ കാരണം അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് കേസ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ആ വഴി വരെയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ വന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ അപ്പുറത്തും ഇപ്പുറത്തും കാടാണ്. അവിടെ ഒക്കെ ഇങ്ങനെ കമ്പി കെട്ടിയിട്ടുണ്ട്, മറ്റേ കരണ്ടിന്റെ കമ്പി. അപ്പോൾ പിന്നെ ഈ പോകുന്ന വഴി നല്ല ഭംഗിയാണ് ഗൈസ് കാണാൻ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ആ വഴിക്കോടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. വഴിയാണ് നല്ല രസം.
പിന്നെ നമ്മൾ പോയത് പീച്ച് ഡാമിന്റെ ഒരു സൈഡിലേക്കാണ് ഗൈസ്. അവിടെ അങ്ങനെ അധികം ഇപ്പൊ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്കൊക്കെ പോകാം. പക്ഷെ നമ്മൾ വന്ന സമയം ശരിയല്ലായിരുന്നു ഗൈസ്. കാരണം നല്ല നട്ടുച്ചയ്ക്കാണ് വന്നതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിലത്തൊക്കെ നടക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഇങ്ങനെ പറ്റണ കാര്യമല്ല. അത് കാരണം അമ്മച്ചൊക്കെ സാരിയൊക്കെ നമ്മളിങ്ങനെ തലേക്കോടൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നുണ്ട്. വരാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈവനിങ് ടൈമാണ് നല്ലത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. കിടിലൻ സ്ഥലമാണ്. ഈവനിങ് വരികയാണെങ്കിൽ സൂപ്പറായിട്ട് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് പോവാം. പക്ഷെ ഇപ്പൊ നല്ല വെയിലാണ് ഗൈസ്, ചൂടാണ് ഗൈസ്, ചൂടാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടിയിലൊക്കെ പച്ചപ്പായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അവിടേക്ക് കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ഗൈസ്, അപ്പൊ ഇതാണ് ഏഴമ്പല. ഇവിടെ യക്ഷികൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്റെ പോലെ രക്തം മൂറ്റി കുടിക്കുന്നത്. അതെ, എന്നിട്ടറിയോ നീ പോയിട്ട് അങ്ങനെ ഗൈസ് ഞങ്ങള് വീടെത്തി. കാരണം ഞാൻ പറഞ്ഞില്ലേ സ്മിജോച്ചനും എനിക്കും പിന്നെ വല്യമ്മച്ചും കൂടെ പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് 3 പേർക്കും കൂടെ കല്യാണത്തിന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങള് വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സൂരജേട്ടൻ. അപ്പൊ ചേട്ടൻ പോവാണ്, വീട്ടിൽ പോവാണ്. കാരണം ഇനിയിപ്പോ ഇങ്ങനെ സ്ഥലങ്ങളൊന്നും കടിഞ്ഞു കൊണ്ടുപോകണില്ലല്ലോ. ഞങ്ങള് ഇനിയിപ്പോ പീച്ച് ഡാമിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അത് നമുക്കറിയാം എവിടെയാന്നുള്ളത്. ഇനിയും കുറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവർക്ക് ഇങ്ങനെ കല്യാണത്തിന് പോകേണ്ടതും പിന്നെ ഞങ്ങൾക്ക് വേഗം വീട്ടിലേക്ക് പോകണം. അപ്പൊ അതിന്റെ ഇതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങൾ പീച്ച് ഡാമിലേക്കാണ് പോകുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോകും. പിന്നെ ഗൈസ് നമ്മൾ ഇപ്പോൾ ബീച്ചിലെത്തി. 6 മണി വരെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു 8 മണിയൊക്കെ വരെ അവിടെ നിൽക്കാൻ പറ്റും. ടിക്കറ്റ് 6 മണി വരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഗൈസ് എൻ്റെ മുഖം കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് പനിയും തലവേനയും പിടിച്ച് ഗൈസ്. എനിക്ക് രാവിലെ തൊട്ടേ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് പനി പുറത്തേക്ക് ചാടിയത്. മനസ്സിലാവുള്ള പേര് ഇവാഞ്ചലി. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ തന്നെ കണ്ടത് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കയറി വന്നപ്പോൾ ഊഞ്ഞാല് കണ്ടു ഗൈസ്. ഊഞ്ഞാല് കണ്ടാൽ പിന്നെ കുട്ടികളാവാത്ത ആരുണ്ടല്ലേ. അത് കാരണം ഞങ്ങളെല്ലാവരും ഓരോരോ ഊഞ്ഞാലിൽ കയറി ഇരുന്നാടി. എന്തിനാ അമ്മച്ചും വല്യമ്മച്ചും വരെ ഇരുന്നാടി. നമ്മുടെ നക്ഷത്ര ബ്ലംഗ്ലാവ് അത് കാണാൻ പോകുന്ന 2 നക്ഷത്രങ്ങൾ. അപ്പൊ നമ്മളത് കാണാൻ പോണ കുറച്ച് മടിയന്മാരുണ്ട്. അത് സ്റ്റെപ്പ് കയറാൻ മടിയുള്ളവര്. അയ്യോ, മുകളിലുണ്ട്. ഞങ്ങളിതാ വരുന്നേ. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. എങ്ങനെ കേറുക? ലിഫ്റ്റ് വെച്ചൂടെ അവർക്ക്? ഏതോ പറ്റി കിടക്കണറ്റ. ഈശോയെ ആശ്ചര്യം. ഒരച്ചും ഒരു നന്ദന ഇവിടെ വന്നിട്ടുണ്ട്. ഇവളുടെ പേരാണ് നന്ദന, അവന്റെ പേരാണ് ഐസ്ക്രീം മേടിച്ചോട്ടെ. പാവം ആൽഫിന്റെ പേരുണ്ടോ തപ്പട്ടെ. ആൽഫി, നിന്റെ പേരുണ്ടോ അവിടെ? ഗൈസ്, ഇവിടെ കുറെ ഫ്രണ്ട്സിന്റെയും പിന്നെ പ്രണയിക്കുന്ന ഒരുപാട് ആൾക്കാരുടെയും പിന്നെ സിംഗിൾ പസങ്ങളുടെയും പേരൊക്കെ എഴുതി സിംഗിൾ പസങ്ങൾ ഇവിടെ നമ്പർ എഴുതി വെച്ചിട്ട് പോകും. കിട്ടിയാ നമ്പർ കിട്ടിയത്? ദൈവമേ. ഞങ്ങളൊരു 8 മണി വരെയൊക്കെ അവിടെ ഇരിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് ഫീവർ നന്നായിട്ട് കൂടി. അത് കാരണം ഞങ്ങൾ വേഗം പോവാണ്. ഞാൻ കാരണം ബാക്കിയുള്ളവർക്കും കൂടെ അവിടെ അധികം നേരം അങ്ങനെ ഇരിക്കാനൊന്നും പറ്റും. അതിന്റെ വിഷമം എന്റെ മുഖത്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എനിക്കിങ്ങനെ എവിടേക്കെങ്കിലൊക്കെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോയി വരുന്ന സമയത്ത് ഭയങ്കര ഒരു അസ്വസ്ഥത. എന്താണെന്ന് അറിയില്ല. അത് എവിടെ പോയാലും എനിക്ക് അങ്ങനെ
തന്നെ. പിന്നെ എനിക്ക് ഫീവർ കൂടാൻ കാരണം ആരുടെ കയ്യിലും അങ്ങനെ പനിയുടെ ഗുളികയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ കൂടുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പോയി വാങ്ങണം. പക്ഷെ നമ്മൾ പീച്ച് ഡാമിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കുറെ നടക്കണം, കുറെ കയറണം സ്റ്റെപ്പൊക്കെ. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ മുകളിൽ എത്തണമെങ്കിൽ. അവിടെ നിന്നാണ് നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഈ സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ഗൈസ് എണ്ണാനൊന്നും നമുക്ക് പറ്റില്ല. ഭയങ്കര വലിയൊരു എന്താ പറയാ അങ്ങനെ കയറ്റാണ്. അയ്യോ ഞാൻ കയറി ഞാൻ എനിക്ക് പനിയും കൂടെ ആയ കാരണം ഞങ്ങളൊക്കെ തളർന്നു. അമ്മച്ചിയും വല്യമ്മച്ചൊക്കെ പാവങ്ങൾ, അവരെ പതുക്കെ കയറി വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ മുകളിലെത്തി തളർന്നു. അച്ഛനെ കെട്ടിപ്പിടിച്ച് അവിടെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കിടന്നു ശ്വാസം വലിച്ചിട്ട്. കഥച്ചിട്ട് പറയാൻ പറ്റണ്ടേ? അങ്ങനെ കഴിച്ച് നമ്മള് റൂമിലെത്തി. പിന്നെ ഞാന് പനിയുടെ ഗുളിക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങിച്ച് കഴിച്ച് കുറച്ചേരം കിടന്നു. പിന്നെ ഇതാ ഇവിടെ ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും. പിന്നെ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമ്മൾ വേഗം വീട്ടിൽ പോവാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോവാണ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ ഗൈസ് നമ്മുടെ ഇവിടുത്തെ സ്റ്റേ ഗ്രീൻ റിസോർട്ടിലെ 2 ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് 2 ദിവസം. അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് കസിൻസ് ആയിട്ടൊക്കെ അത്യാവശ്യം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.